പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളോട് വചനം പങ്കുവെക്കുമ്പോൾ എൻ്റെ ശബ്ദത്തിനല്പം തകരാറുണ്ട്. നിങ്ങൾ സദയം ക്ഷമിക്കുമല്ലോ. തുടർച്ചയായിട്ടുള്ള വചന ശുശ്രൂഷയിൽ എൻ്റെ ശബ്ദം അല്പം വികലമായി സവിനയം ക്ഷമിക്കുക. ഇത് നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കി തന്ന ദിവസമാണ്. കർത്താവ് നമ്മൾക്കായി കാഴ്ചവെച്ച ഒരു ദിവസമാണ്. ഈ ആണ്ടിൻ്റെ ആരംഭം കാണാനും കർത്താവ് അനുവദിച്ചു എന്നും മാത്രം ചിന്തിക്കേണ്ടവരാണ് നമ്മൾ. കാരണം ഇതിനെല്ലാം നമ്മൾ അപാത്രരായിരുന്നു. എങ്കിലും കർത്താവിന് നമ്മളോട് കരുണ തോന്നി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ചില നാളുകളായി യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ആഘോർ താഴ്വരയിലൂടെ നമ്മൾ ആരംഭിച്ച് വേദപുസ്തകത്തിലെ ഇതരങ്ങളായ ചില താഴ്വരകൾ നാം പങ്കുവെക്കുകയായിരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് എസ്കോൽ താഴ്വരയെ കുറിച്ചാണ്. വാലി ഓഫ് എസ്കോൽ. സംഖ്യാപുസ്തകം 32 അധ്യായത്തിലും ആവർത്തന പുസ്തകം 1:24 നാം സസൂക്ഷ്മം വായിക്കുമ്പോൾ ഈ താഴ്വരയെ കുറിച്ച് കാണാം. എസ്കോൽ താഴ്വര. ആവർത്തന പുസ്തകം 1 അധ്യായത്തിൽ ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി അവരൊരു തീരുമാനമെടുക്കുകയാണ്. നമ്മൾക്ക് യഹോവയായ ദൈവം തരാമെന്ന് പറഞ്ഞ ആ സ്ഥലം എങ്ങനെയുള്ളതാണ്, അത് ചെന്ന് നോക്കി കണ്ട് അവിടെയുള്ള നിവാസികൾ, അവിടെ പാർക്കുന്ന സാധാരണക്കാർ, ആ ദേശത്തിൻ്റെ മഹത്വം അത് നമ്മൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണോ, ചെന്നാൽ എന്ത്, ചെന്നില്ലെങ്കിൽ എന്ത്, ഇതിനെക്കുറിച്ചെല്ലാം വിലയിരുത്താനായി 12 പേരെ തെരഞ്ഞെടുത്തു. യോശുവയും കാലേബും ഉൾപ്പെടുന്ന 12 സംഘം യാത്ര തിരിക്കുകയാണ്. നാം ആവർത്തന പുസ്തകം 1 അധ്യായത്തിൽ അവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. മോശയ്ക്ക് ഒറ്റയ്ക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഭരിക്കാൻ ഉള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് മോശയുടെ അമ്മായപ്പനായ യിത്രോ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ജനത്തെ പല ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോന്നിനും ഓരോരോ അധിപതികളെ ആക്കി വെച്ചു. ആ സമൂഹം ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. നമുക്ക് ഗോത്രപിതാക്കന്മാരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം 12 പേരെ തെരഞ്ഞെടുത്ത നിയുക്ത കനാനിലേക്ക് എന്ന് ഞാൻ പറയുകയാണ്. യഹോവയായ ദൈവം കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ ചെന്നു. എസ്കോൽ താഴ്വര വളരെ സമ്പുഷ്ടമാണ്. യെറിഹോ വളരെ സമ്പൽ സമൃദ്ധമാണ്. പാലും തേനും ഒഴുകുന്ന നാട് എന്ന് യഹോവയായ ദൈവം പറഞ്ഞത് അക്ഷരം പ്രതി നിറവേറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ ദേശം മഹനീയമാണ്, മനോഹരമാണെന്ന് 12 പേരും തിരിച്ചറിഞ്ഞു. അവരുടെ പിതാവായ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത പ്രോമിസ് ലാൻഡ് വളരെ മനോഹരം എന്നവർ കണ്ടറിയുകയാണ്. പക്ഷേ ഒരു പ്രശ്നം, അവിടെയുള്ള രാജാക്കന്മാരുണ്ട്. 12-ലധികം വരുന്ന നാട്ടുരാജാക്കന്മാർ. ആ സമയം പ്രത്യേകം പറഞ്ഞിരുന്നു, ഏദോമ്യരോടും മോവാബ്യരോടും അമ്മോന്യരോടും നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. കാരണം ഏദോം യേശാമിൻ്റെ സന്തതികളാണ്. മോവാബ്യരും അമ്മോന്യരും അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിന്റെ സന്തതികളാണ്. അവരോട് യുദ്ധത്തിന് പോകരുത് എന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചിരുന്നു. ദൈവമക്കളെ, അവർ ഉറ്റുനോക്കാനായി കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള
അതികായന്മാരായ ആളുകളെ കണ്ടു. അവർ അധൈര്യപ്പെട്ടു. അവർ 12 പേരും ഒരുമിച്ച് കൂടി. അവർ തീരുമാനങ്ങൾ എടുത്തു. ദേശത്തിൻ്റെ വിഭവങ്ങൾ, ദേശത്തിലെ ഫലങ്ങൾ, ആ ദേശം മനോഹരമാണെന്ന് അറിയിക്കാൻ അവിടെ നിന്ന് ഒരാൾക്ക് തനിയെ എടുക്കാൻ കഴിയാത്ത വലിയ ഭാരമേറിയ ഒരു മുന്തിരിക്കൊല അവർ ഒരു തണ്ടിൽ വെച്ച് കെട്ടി തോളത്ത് വെച്ച് ചുമന്ന് അവർ മോശയുടെ അടുക്കൽ വരികയാണ്. ഇതുപോലുള്ള ഫലങ്ങളുള്ള മനോഹരമായ നാടാണ്, സുന്ദരമായ ദേശമാണ്, ഫലഭൂയിഷ്ഠമായ ദേശമാണ്, ആടിനെ നോക്കാൻ പറ്റിയ സ്ഥലമാണ്, പച്ചപ്പുള്ള സ്ഥലമാണ്, ഫലമൂലാദികളുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ മഹിമകൾ വാതോരാതെ പോയ 12 പേരും പ്രസ്താവിച്ചു. മോശയും യോശുവായും പ്രമുഖന്മാരും വളരെ ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിന് മഹത്വം കരേറ്റി. എന്നാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിൽ ചിലർ എഴുന്നേറ്റു. കാര്യമെല്ലാം ശരിയാണ്, ദേശം ശരിയാണ്, ദേശം ഫലഭൂയിഷ്ഠമാണ്, നമ്മൾക്ക് പ്രയോജനമുള്ളതാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ്. എന്നാൽ അവിടെയുള്ള രാജാക്കന്മാരെ എങ്ങനെ കീഴടക്കും? അവർ വളരെ ശക്തരാണ്, അവർ പ്രബലരാണ്. 1 2 അല്ല, അവരെ കീഴടക്കുക നമുക്ക് അസാധ്യമാണ്. യഹോവയായ ദൈവം തരാമെന്ന് പറഞ്ഞ നാട്ടിലേക്ക് കടന്നു ചെല്ലേണ്ട വാഗ്ദത്ത സന്തതികളായ ഇസ്രായേൽ ശത്രുവിന്റെ നേരെ നോക്കി ഭയത്തിന്റെ വാക്കുകൾ പറഞ്ഞു, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. പ്രിയരെ, എന്നാൽ യോശുവായും കാലേബും അവർ 2 പേരും നേരെ വ്യത്യസ്തമായി നിന്നു. രാജ്യത്തിലെ രാജാക്കന്മാർ പ്രബലരാണെങ്കിലും എത്ര ശക്തരാണെങ്കിലും നമ്മെ വിളിച്ച ദൈവം, നമ്മളെ കനാൻ നാട്ടിലേക്ക് വഴി നടത്തുന്ന ദൈവം, മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച നമ്മുടെ ദൈവം, നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ സർവശക്തനായ ദൈവം എൽ ഷഡായ്, അവൻ നമ്മളെ കനാൻ നാട്ടിലെത്തിപ്പാൻ ശക്തനാണ്. യോശുവായും കാലേബും അവിടെയുള്ള ശത്രു രാജാക്കന്മാരുടെ മുഖമല്ല കണ്ടത്, ശത്രുക്കളുടെ മേൽ ജയം തരുന്ന യഹോവയെയാണ് അവർ കണ്ടത്. പ്രിയ ദൈവമക്കളെ, അവർ മോശയ്ക്ക് ധൈര്യം കൊടുത്തു, വന്നിരിക്കുന്ന ജനത്തിന് ധൈര്യം കൊടുത്തു. മറ്റുള്ളവർ അവരുടെ വാക്കുകളാൽ അവരെ തളർത്തിക്കളഞ്ഞു. ഈ താഴ്വര എവിടെയാണ്? ഈ താഴ്വര ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്ത താഴ്വരയാണ്. പ്രോമിസ് വാലിയാണത്, വാഗ്ദത്തങ്ങളുടെ താഴ്വരയാണ്, ദൈവം വാഗ്ദാനം ചെയ്ത താഴ്വര. ഇന്ന് ഈ വചനം കേൾക്കുന്ന എപ്പേർപ്പെട്ടവരും വളരെ ശ്രദ്ധയോടെ ഓർക്കണം, ദൈവം എനിക്ക് വേണ്ടി വിഭാവന ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ താഴ്വര ഞാൻ സ്വപ്നം കാണുകയാണ്. പ്രിയ ദൈവമക്കളെ, യോർദാൻ കടന്ന് കനാൻ നാട്ടിലേക്ക് പോകാനുള്ള ആത്മധൈര്യം യോശുവായും കാലേബിന്റെയും അധരങ്ങളിലൂടെ മോശയിലേക്കും മോശയിലൂടെ ജനത്തിലേക്കും പകർന്നു. ബാക്കി 10 പേരും നെഗറ്റീവായി സംസാരിച്ചു, 2 പേര് പോസിറ്റീവായി സംസാരിച്ചു. നമ്മൾ ഓർക്കണം, നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന നാവുകൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നിൽ നമുക്കൊരു വ്യക്തിയെ തളർത്താം, അതല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയെ ഉണർത്താം. നമ്മുടെ നാവ് ഇരുവാഴ്ത്തലയുള്ള വാള് പോലെയാണ്. നമ്മുടെ നാവ് കൊണ്ട് ഒരുത്തനെ വെട്ടിയാൽ അവൻ നിലംപരിചായി എന്ന് വന്നേക്കാം. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരുത്തനെ മുറിവേൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വന്നേക്കാം. നമ്മുടെ നാവിന്
മറ്റുള്ളവരെ പരാജയപ്പെടുത്താനുള്ള ശക്തി ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം നമുക്ക് നാവിനെ തന്നത്, അവൻ നമുക്ക് അധരങ്ങളെ തന്നത് മറ്റുള്ളവരെ ഇകഴ്ത്താനല്ല, മറ്റുള്ളവരെ തളർത്താനല്ല, മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല, മറ്റുള്ളവരെ അവഗണിക്കാനല്ല, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനല്ല, പരദൂഷണം പറയാനല്ല, ഏഷണി പറയാനല്ല. അവൻ നമുക്ക് തന്നിരിക്കുന്ന നാവ് അനേകരെ ഉണർത്താനാണ്. ദൈവത്തിന് സ്തോത്രം. മനോഹരമായി എഴുതുന്ന നല്ലൊരു എഴുത്തുകാരൻ്റെ തൂലിക പോലെ നമ്മുടെ അധരങ്ങളായി തീരണം. നമ്മുടെ നാവ് കൊണ്ട് അനേകർ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ കാരണമായിരിക്കണം. എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഈ ആണ്ട് മുഴുവനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് ഈ ശബ്ദത്തിൻ്റെ മുൻപിലിരുന്ന് ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവ് നമ്മൾക്ക് തന്നിട്ടുള്ള വാഗ്ദത്ത ദേശമായ സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്. ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്വർഗീയ കനാൻ, വാഗ്ദത്ത നാട്, അവിടെയുള്ള എസ്കോൽ താഴ്വര, സമൃദ്ധമായ താഴ്വര. ആ താഴ്വരയിൽ നിന്നും അവർ ചുമന്നുകൊണ്ടുവന്ന മുന്തിരിക്കുല മാത്രം മതി ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു കിളിർപ്പുണ്ടാക്കാൻ. അവർ അപ്പോഴേ ചിന്തിച്ചു കാണും, എന്തായാലും അവിടെ ചെല്ലണം, അതിനെ സ്വന്തമാക്കണം, അത് നമ്മൾക്ക് ഏറ്റെടുക്കണം. ശത്രുവിന്റെ മേൽ ജയം തരുന്ന യഹോവ നമ്മുടെ മുൻപിലുണ്ട്. ശത്രു എത്ര വലുതായാലും നമ്മുടെ കർത്താവ് അതിലും വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ശത്രു എത്ര ശക്തനാണെങ്കിലും നമ്മുടെ കർത്താവ് അതിനേക്കാളും ശക്തനാണ്. ആകയാൽ ദൈവമക്കളെ, നിരാശപ്പെടാൻ കാര്യമില്ല, തളരാൻ കാര്യമില്ല. നമ്മുടെ വലം കൈക്ക് പിടിച്ച ദൈവം നമ്മളെ നടത്തുക തന്നെ ചെയ്യും, നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും, നമ്മളോട് കരുണ കാണിക്കുക തന്നെ ചെയ്യും. ആ കർത്താവിൻ്റെ വലം കൈക്ക് പിടിച്ച് മുൻപോട്ട് പോയിക്കൊള്ളണം. ഏതാണ് എസ്കോൽ താഴ്വര? എന്താണ് എസ്കോൽ താഴ്വര? സംഖ്യാപുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ഈ താഴ്വരയെ കുറിച്ച് കാണാം. ഈ താഴ്വര വാഗ്ദത്തങ്ങളുടെ താഴ്വരയെന്ന് നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം. ജീവിതത്തിന്റെ ധാരാളം വേദനകളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ, പരാധീനതകളുടെ നടുവിൽ, പരാജയത്തിന്റെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ നമ്മളെ ഉണർത്തുന്നത് ദൈവം തരുന്ന വാഗ്ദത്തങ്ങളാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ അവന്റെ മക്കൾക്കും അവന്റെ ദാസന്മാർക്കുമുള്ളതാണ്. രക്ഷാനിർണയം പ്രാപിച്ച ഏതൊരു വ്യക്തിയും ഈ വാഗ്ദത്തങ്ങളുടെ താഴ്വരകളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. നിരാശപ്പെടാൻ കാര്യങ്ങൾ പലതുണ്ടെങ്കിലും നിരാശയ്ക്കകത്ത് ആശയുടെ കിളിർപ്പ് തരുന്ന വീരനായൊരു ദൈവമുണ്ട്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, സഹോദരി സഹോദര, ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തിന്റെ മേൽ ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ 8800-ലധികം വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് വേദപഠിതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വാഗ്ദത്തങ്ങളാണ് നമ്മുടെ ജീവൻ, ഈ വാഗ്ദത്തങ്ങളാണ് നമ്മുടെ ചൈതന്യം. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് 1189 അധ്യായങ്ങളാണ് ഈ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്.
എന്നാൽ 1189 അധ്യായങ്ങളിൽ നിന്നും ദൈവം നമ്മൾക്ക് തരുന്ന 8000-ലധികം വരുന്ന വാഗ്ദത്ത വചനങ്ങളുണ്ട്. നിങ്ങൾ ആവർത്തിച്ച് ദൈവവചനം വായിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ചില വാഗ്ദത്തങ്ങളെ കാണാം. ആ വാഗ്ദത്തങ്ങളുടെ കീഴെ നമ്മൾ അടിക്കുറിപ്പിടണം. ദൈവം നമ്മളെ വാഗ്ദത്തങ്ങളിലൂടെ നടത്തുന്ന ദൈവമാണ്, മറക്കരുത്. അവൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മളെ ചലിപ്പിക്കുന്നതും നമ്മളെ ശക്തിപ്പെടുത്തുന്നതും നമ്മൾ തളരുമ്പോൾ നമുക്ക് ബലം തരുന്നതുമാണ്. ഞാൻ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ അവിടങ്ങളിലായി ഞാൻ ചില തീയതികൾ കുറിച്ചിട്ടിട്ടുണ്ട്. ആ തീയതികൾ കുറിക്കാൻ കാരണമുണ്ട്. സങ്കടപ്പെട്ടിരുന്നപ്പോൾ, മനോഭാരപ്പെട്ടിരുന്നപ്പോൾ ദൈവം തന്ന വാഗ്ദത്തമാണത്. ദൈവം തന്ന വാഗ്ദത്തം എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ, അവരെ സംബന്ധിച്ച് അവരുടെ വിവാഹാനന്തര ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം എനിക്ക് 29/9/2011 എനിക്ക് തന്ന ഒരു വാഗ്ദത്തമുണ്ട്. അതിങ്ങനെയാണ്: യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, ജീവിതത്തിൻ്റെ സങ്കീർണതകൾ എന്തുമാകട്ടെ, ദൈവം വാഗ്ദത്തങ്ങൾ തന്ന് കരയുന്ന ഭക്തന്മാരെ ചിരിപ്പിക്കുന്ന ദൈവമാണ്. കരയുന്ന ദാസന്മാരെ, ദാസിമാരെ ചിരിപ്പിക്കുന്ന ദൈവമാണ്. എങ്ങനെ? എസ്കോൾ താഴ്വരകളിലൂടെ, വാഗ്ദത്തങ്ങളുടെ താഴ്വരകളിലൂടെ ദൈവം തൻ്റെ മക്കളെ കൈപിടിച്ച് നടത്തും. പ്രൈസ് ദ ലോർഡ്. ദൈവം തൻ്റെ മക്കളെ വാഗ്ദത്തങ്ങളുടെ താഴ്വരകളിലൂടെ നടത്തും. ഈ താഴ്വരകളിൽ എന്നെ ആശ്വസിപ്പിക്കാൻ പോന്ന സ്വർഗീയ വചനങ്ങളുണ്ട്. വേദപുസ്തകത്തിൻ്റെ മഹത്വം അതാണ്. ലോകത്ത് ധാരാളം മത നേതാക്കന്മാർ എഴുതിയ പുസ്തകങ്ങളുണ്ട്. ലോകത്ത് ധാരാളം മഹത്തുക്കൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്. പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളുണ്ട്. വിവിധ വകുപ്പിലുള്ള പുസ്തകങ്ങളുണ്ട്. എന്നാൽ ദൈവവചനത്തെ പോലെ പഴക്കമില്ലാത്ത പുസ്തകമില്ല. യേശു കർത്താവിൻ്റെ വചനം മാത്രം, ദൈവവചനത്തിന് മാത്രം പഴക്കമില്ല. ഞാനും നിങ്ങളും ഈ 21-ാം നൂറ്റാണ്ടിൽ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയ ഭക്തന്മാരുടെ ജീവചരിത്രത്തിൻ്റെ സമാഹാരമാണ് ഈ പുസ്തകം. അത് നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ അറിയാം. ഈ പ്രതിസന്ധികൾക്കകത്ത്, അവരുടെ ചരിത്ര രേഖകൾക്കകത്ത് ദൈവം അവരെ നടത്തിയത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം അവരെ വലിയവനായ ദൈവം നടത്തുകയായിരുന്നു. ദുഃഖങ്ങൾക്കകത്ത് ദൈവം വാസ്തവമായി വെളിപ്പെട്ട് ധൈര്യം ചോർന്നു പോകുമ്പോൾ ധൈര്യമായിരിപ്പീനെന്നും, ഭയപ്പെടുമ്പോൾ ഭയപ്പെടേണ്ട എന്നും, എന്ത് ചെയ്യേണ്ടി എന്നറിയാതെ വിഷമിക്കുമ്പോൾ മുന്നോട്ട് പോകുക എന്നും, സങ്കടപ്പെടുമ്പോൾ കരയണ്ട എന്നും, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുമ്പോൾ കരയണ്ട മക്കളെ എന്നും, തളരുന്ന മനസ്സും തളരുന്ന ശരീരവും ഉണ്ടാകുമ്പോൾ കൈത്തണ്ടയിൽ താങ്ങി നിർത്തുവാൻ അവൻ വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ അത്ഭുതകരങ്ങൾ താങ്ങുന്ന ദാസൻ. ദൈവത്തിന് സ്തോത്രം. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും
നാം സൂക്ഷിച്ച് കുനിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ദൈവം എത്രമാത്രം കൈകളിൽ വഹിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ സുഹൃത്തെ, ആ താഴ്വരകളിലൂടെ നമ്മൾക്ക് യാത്ര ചെയ്യാം. വാഗ്ദത്തങ്ങളാണ് ദൈവഭക്തന്റെ ഊർജം. വാഗ്ദത്തങ്ങളാണ് ദൈവ പൈതലിന്റെ ശക്തി. കാരണമുണ്ട്. നാട്ടിലെ പ്രമാണിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകർത്താക്കളും തരുന്നത് പോലെയുള്ള വാഗ്ദത്തമല്ല നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തം. വാക്കുകൾ മാറാൻ അവൻ മനുഷ്യനല്ല. വാഗ്ദത്തം ചെയ്തവൻ അണ്ടകടാകത്തെ മുഴുവനും ഉള്ളം കൈയിന്മേൽ വഹിച്ചിരിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങൾ നൽകുന്നവൻ, വാക്ക് തരുന്നവൻ സകല ചരാചരങ്ങളെയും കൈകളിൽ വഹിച്ചിരിക്കുന്നവനാണ്. ആകയാൽ അവന്റെ അധികാരത്തിന് കീഴിലാണ് സകലതും. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കുന്നു, അവൻ പറഞ്ഞാൽ അങ്ങനെ നടക്കുന്നു. ആകയാൽ ആ നല്ലവനായ കർത്താവ്, എനിക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന കർത്താവ്, നിശ്ചയമായും നമ്മെ അവൻ സഹായിക്കാതിരിക്കുകയില്ല. അവന്റെ വാഗ്ദത്തങ്ങളുടെ താഴ്വര. ഈ പ്രായം വരെ പൂപ്പരപ്പിൽ ജീവിച്ചത് പണം കൊണ്ടാണോ? തെറ്റിപ്പോയി. നമ്മുടെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ ചുറ്റുപാടുകളുടെ മഹത്വം കൊണ്ടാണോ? അല്ല. കരുത്തുള്ള യോഗ്യന്മാരായ മക്കൾ നിമിത്തമാണോ? അല്ല. നമ്മൾ ഇന്ന് വരെയും ജീവിച്ചത് ദൈവം എനിക്ക് തന്ന വാഗ്ദത്തങ്ങളാലാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവനെ സ്തോത്രം ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അല്പമായ ശബ്ദത്തിൻ്റെതായ വിഷയങ്ങൾ ഉണ്ടെങ്കിലും കർത്താവെ, നീ ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. ഇന്ന് വചനം കേട്ട സകലരും സ്വർഗീയ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആത്യന്ത ശക്തി വചനം കേൾക്കുന്നവരുടെ മേൽ നീ പകരണമേ. നിന്റെ കരങ്ങളാൽ സൂക്ഷിച്ച് നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഈ പുതിയ വർഷത്തിൽ പുതിയ കൃപയോടെ പുതിയ ശക്തിയോടെ നടത്തിക്കാൻ വാഗ്ദത്തങ്ങളുടെ താഴ്വര ഞങ്ങളുടെ വിശ്വാസത്താൽ ഞങ്ങളതിൽ ഉറയ്ക്കുന്നു. ഏത് പ്രതിസന്ധിക്കകത്തും അങ്ങയിൽ നിന്ന് വാഗ്ദത്തം വാങ്ങിച്ച് തളരാതെ മുൻപോട്ട് പോകാനുള്ള ദൈവകൃപ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ എളിയ ദാസൻ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.